നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ഇന്നത്തെ പത്രങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ പത്രങ്ങളിലും അതീവ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത ഒന്ന് സിദ്ധരാമയ്യ സർക്കാരുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് കേസിനെ സംബന്ധിച്ച വാർത്തയാണ്. മറ്റൊന്ന് കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച വാർത്തയാണ്. എന്തായാലും ആദ്യം പരിശോധിക്കുന്നത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത് കൊൽക്കത്ത സംഭവത്തിൽ രാജ്യമെങ്ങും പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കാൻ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് കൊൽക്കത്തയിലെ വാർത്തയാണ്. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാക്കുകൾ നൽകിക്കൊണ്ടാണ് ദീപിക ആ വാർത്ത ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്തയായി വന്നിട്ടുള്ളത് ദീപികയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അഭിപ്രായ ഭിന്നത എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. അതായത് താരങ്ങൾക്കിടയിൽ തന്നെ ഈ വാർത്തയെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള വാർത്തയാണ് ദീപികയിൽ പ്രധാനമായി ഇടം പിടിച്ചിരിക്കുന്ന രണ്ട് വാർത്തകൾ. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് മാധ്യമം വലിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഭൂമി ഇടപാടിലെ അഴിമതി ആരോപണം എന്ന ഒരു സ്ട്രിപ്പായി നൽകിയിട്ടുണ്ട്. മറ്റ് രണ്ട് ബുള്ളറ്റിനിലായിട്ട് കർണാടക മുഖ്യമന്ത്രിയെ വിചാരണ ചെയ്യാൻ ഗവർണറുടെ അനുമതിയെന്നും രാജിവെക്കില്ലെന്ന് സിദ്ധരാമയ്യ പറഞ്ഞ വാക്കുകളുമാണ് ബുള്ളറ്റിനിൽ നൽകിയിട്ടുള്ളത്. ഇനി മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ ഇതേ വാർത്ത കൊൽക്കത്ത കേസ് സംഘടനകൾക്ക് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി സുരക്ഷ പഠിക്കാൻ സമിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ വാർത്ത നൽകിയിട്ടുള്ളത്. ഡോക്ടർമാരുടെ സമരത്തിൽ സ്തംഭിച്ച ആശുപത്രികളെന്നും ആരോഗ്യമേഖലയെ ബാധിക്കുന്ന ആശങ്കയിൽ കേന്ദ്രമെന്നും പറഞ്ഞുകൊണ്ട് രണ്ട് ബുള്ളറ്റിനും മനോരമ വാർത്തയിൽ നൽകിയിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിന്റെ ചിത്രങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ടാണ് മനോരമ ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ ഇതേ വാർത്ത ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും അത് താഴേക്ക് മാറിയതായി കാണാം. എന്നാൽ അതേസമയം തന്നെ കേരള കൗമുദി നൽകിയിട്ടുള്ള അതീവ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന മറ്റു വാർത്ത എന്ന് പറയുന്നത് ലോക്കലല്ല ഇനി ഓട്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ജനകീയ വാഹനത്തിന് സ്റ്റേറ്റ് പെർമിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി കൗമുദി നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി കുംഭകോണത്തിൽ സിദ്ധരാമയ്യ കുടുങ്ങുമെന്നുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. ഇനി അതേസമയം തന്നെ കൗമുദിയിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട ചിത്രമാണ്. രാജ്യത്തിൻ്റെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ക്യാപ്ഷൻ പോലും കൗമുദി നൽകിയിട്ടുള്ളത്. പാരീസ് ഒളിമ്പിക്സിന് ശേഷം തിരിച്ചെത്തിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിന് മുകളിലിരുന്ന് പുറത്തേക്ക് വരുമ്പോൾ ആരാധകർ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ആശ്വാസവുമായി മമ്മൂട്ടി, കണ്ണു നിറഞ്ഞ നൗഫൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു കൗമുദി സ്പെഷ്യൽ വാർത്ത കൂടി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. 150 ബസ്സുകളെ ആപ്പിലാക്കി നിവേദിന്റെ മധുര പ്രതികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൗമുദി സ്പെഷ്യൽ സ്റ്റോറി കൂടി കൗമുദി നൽകിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ നിന്ന് പ്രധാന വാർത്തയായി വന്നിട്ടുള്ളത് കൽക്കത്തയിലെ ഡോക്ടർമാരുടെ പ്രതിഷേധം തന്നെയാണ്. ഡോക്ടർമാരുടെ പ്രതിഷേധത്തിൽ ആശുപത്രികൾ സ്തംഭിച്ച് സുരക്ഷയ്ക്ക് സമിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി എന്ന വാർത്ത നൽകിയിട്ടുള്ളത്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തെയും ഈ പ്രതിഷേധം ബാധിച്ചതെന്ന് കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് മാതൃഭൂമി ഈ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു മാതൃഭൂമിയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പ്രധാന വാർത്ത എന്ന് പറയുന്നത് കണ്ണീർ പൂക്കൾ സന്തോഷച്ചിരി എന്ന് പറഞ്ഞുകൊണ്ട് വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. രസകരമായ ഒരു പുഞ്ചിരി പങ്കുവച്ചിട്ടുള്ള വിനേഷ് ഫോഗട്ടിന്റെ ചിത്രമാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. അച്ഛൻ്റെ മരണം, അമ്മയുടെ അർബുദം, സ്വപ്നങ്ങൾ മാഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വിനേഷ് ഫോഗട്ട് പങ്കുവച്ച കുറിപ്പ് കൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തടസ്സപ്പെടുത്താനില്ല, മൊഴി അറിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിനി കഴിഞ്ഞ ദിവസം ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സിദ്ധരാമയ്യയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സിദ്ധരാമയ്യയെ വിചാരണ ചെയ്യാൻ ഗവർണറുടെ അനുമതി എന്ന് പറഞ്ഞ വാർത്തയാണ്. മറ്റൊരു ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. PM ഗതിശക്തിയിൽ പച്ചക്കൊടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയുടെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ബംഗാളിലെ ബലാത്സംഗ കൊലപാതകം, ഡോക്ടർമാരുടെ പണിമുടക്ക് പൂർണ്ണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് പേജിൽ തന്നെ മുഠ അഴിമതി, സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഗവർണറുടെ അനുമതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സിദ്ധരാമയ്യക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. BJP അംഗത്വ ക്യാമ്പയിൻ സെപ്റ്റംബർ 1 തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് BJPയെ സംബന്ധിച്ചൊരു വാർത്തയും ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. ശബരിമല ഭസ്മക്കുളം തറക്കല്ലിടൽ ഇന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് ഭൂമി കുംഭകോണം, സിദ്ധരാമയ്യ പ്രതിയാകും എന്ന വാർത്തയാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സ്തംഭിച്ച ആരോഗ്യമേഖല എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരുടെ പ്രതിഷേധമെല്ലാം തന്നെ എടുത്തു കാണിക്കുന്ന ചിത്രങ്ങളും വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൈവിടാതെ കരുതൽ എന്ന് പറഞ്ഞുകൊണ്ട് KSRTCക്ക് 91.53
കൂടി നൽകിയ വാർത്തയുണ്ട്. കാരുണ്യ ബെനവലന്റ് സ്കീമിന് 57 കോടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. താഴെയായിട്ടാണ് വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. വിനേഷ് ഫോഗട്ടിൻ്റെ ചിത്രങ്ങൾ അവർ കണ്ണിരൊപ്പുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ദേശാഭിമാനി വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകൾ മേപ്പാടിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. അടുത്തത് മനോരമയാണ്. മനോരമയെ സംബന്ധിച്ച് മനോരമയ്ക്ക് 2 ഫ്രണ്ട് പേജുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ഫ്രണ്ട് പേജിൽ തന്നെ ഓട്ടോറിക്ഷയ്ക്ക് സംസ്ഥാന പെർമിറ്റ് എന്ന വാർത്ത ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ രണ്ടാമത്തെ ഫ്രണ്ട് പേജിൽ വിനേഷ് ഫോഗട്ടിൻ്റെ സന്തോഷ ചിരിയോടുകൂടിയുള്ള പുഷ്പ ആദരവെല്ലാം തന്നെ ഏറ്റുവാങ്ങുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് മനോരമ സ്നേഹഭാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഭൂമി കൈമാറ്റ കേസ് കർണാടകയിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കുറ്റവിചാരണ നീക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വാർത്ത മനോരമ നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ നൽകിയിട്ടുള്ളത് റിലീസ് മുടങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്ത മനോരമ പങ്കുവച്ചിട്ടുള്ളത്. നടി രഞ്ജിനിയുടെ ഹർജി ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ ഉരുണ്ടുകളി പുറത്തുവരാനുള്ള സാധ്യത മങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ രസകരമായ കൗതുകമുണർത്തുന്ന ഒരു സ്റ്റോറി നൽകിയിട്ടുണ്ട്. സൂപ്രണ്ട് തന്നെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഡ്രൈവറായി മാറിയ ഒരു കഥയാണ് മനോരമ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എംപോക്സ് കേരളത്തിലും ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് 114 രാജ്യങ്ങളിൽ രോഗബാധ, കേരളത്തിൽ 2022 രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു രോഗം വരുന്നതും ആരോഗ്യമായും മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് മനോരമയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.